തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉപകരണം കാണാതായതിൽ വഴിത്തിരിവ്. കാണാനില്ലെന്ന് അന്വേഷണ റിപ്പോർട്ടിലുള്ള മോസിലോസ്കോപ്പ് ഡോക്ടർ ഹാരിസിന്റെ മുറിയിൽ നിന്ന് കിട്ടിയെന്ന് പ്രിൻസിപ്പൽ വാർത്താസമ്മേളനം വിളിച്ച് വ്യക്തമാക്കി. എന്നാൽ ഉപകരണം ഒരാഴ്ച മുൻപ് വാങ്ങിയതിന്റെ ബില്ലും മുറിയിൽ നിന്ന് കിട്ടി. ഇതിൽ അസ്വാഭാവികതയുണ്ടെന്നും അന്വേഷണം വേണമെന്നും ഡോക്ടർ പി കെ ജബ്ബാർ ആവശ്യപ്പെട്ടു. ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ വിദഗ്ധ സമിതി സമർപ്പിച്ച റിപ്പോർട്ടിലായിരുന്നു ശസ്ത്രക്രിയാ ഉപകരണം കാണാനില്ല എന്ന കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിൽ DMEയും പ്രിൻസിപ്പലും ഉൾപ്പെടെയുള്ളവർ 3 പരിശോധനകൾ നടത്തി. ആദ്യ പരിശോധന ഡോക്ടർ ഹാരിസിന്റെ മുറിയൊഴികെയുള്ള ഇടങ്ങളിലായിരുന്നു. ഇക്കഴിഞ്ഞ ശനിയാഴ്ച ഹാരിസിന്റെ മുറിയിൽ നടത്തിയ പരിശോധനയിൽ ഒരു ചെറിയ പെട്ടിക്കുള്ളിൽ കാണാതായി എന്ന് പറയപ്പെടുന്ന ഉപകരണം കണ്ടെത്തി. ഇന്നലെ വീണ്ടും ഒരിക്കൽ കൂടി ഹാരിസിന്റെ മുറിയിൽ പരിശോധന നടന്നു. ഈ പരിശോധനയിലാണ് നേരത്തെ കണ്ടതുകൂടാതെ വലിയൊരു പെട്ടി കൂടി മുറിയിൽ നിന്ന് കിട്ടിയത്. ഈ പെട്ടിക്കുള്ളിൽ നിന്ന് 3 നെഫ്രോസ്കോപ്പുകൾ ലഭിച്ചു. പക്ഷേ പെട്ടിയിൽ ഒട്ടിച്ചിരുന്നതാകട്ടെ ഓഗസ്റ്റ് 2-ാം തീയതി വാങ്ങിയതായുള്ള മോഴ്സിലോസ്കോപ്പിന്റെ ബില്ലും. CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ ഹാരിസിന്റെ മുറിയിലേക്ക് ആരോ ഒരാൾ കയറുന്നതായി കണ്ടെന്നും അധികൃതർ പറയുന്നുണ്ട്. മിനിഞ്ഞാന്നാണ് ഞാൻ പോകുന്നത്, മനസ്സിലാവുണ്ടല്ലോ. ആ മിനിഞ്ഞാന്ന് അവിടെ ഒരു ഉപകരണമുണ്ട്, അതിന്റെ താഴത്ത് മോസിലോസ്കോപ്പ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. CCTV നോക്കിയപ്പോൾ അതിന്റെ ഉള്ളിൽ വേറെ ആരോ കടന്നതായിട്ട് തോന്നി, ഒരു അടയാളമായി കാണുന്നു. അപ്പൊ അതിനുവേണ്ടി വിശദമായിട്ട് പരിശോധന നടത്തേണ്ടിയിരിക്കും. പ്രിൻസിപ്പൽ അടക്കമുള്ളവർ പറയുന്നത് ഘടകവിരുദ്ധമായ കാര്യങ്ങളെന്ന KGM-CTA. അല്ല, ഇതിലിപ്പോ എല്ലാവരും ഘടകവിരുദ്ധമായിട്ടാണ് സംസാരിക്കുന്നത്. ഹാരിസ് സാർ പറയുന്നതും പ്രിൻസിപ്പൽ പറയുന്നതും ബാക്കി അതോറിറ്റീസ് പറയുന്നതും ഒക്കെ തമ്മിൽ എവിടെയൊക്കെ ഒരു ചേരായ്മയുണ്ട്. തുടർ നടപടിയുടെ ഭാഗമായി ഇന്ന് തന്നെ വിവരങ്ങൾ സർക്കാരിൽ റിപ്പോർട്ട് ചെയ്യുമെന്ന് പ്രിൻസിപ്പൽ പറയുന്നു. പക്ഷേ പോലീസ് അന്വേഷണം സംബന്ധിച്ച കാര്യത്തിൽ വ്യക്തത വരുത്താൻ അധികൃതർ തയ്യാറായില്ല. റിപ്പോർട്ടർ, തിരുവനന്തപുരം.